ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി നിർത്തിയത് അധികാരിണമാശാസ്തേ ബലസിദ്ധിർ വിശേഷതഃ ഉപായ ദേശകാലാദ്യാഹ സന്ധ്യസ്മിൻ സഹകാരിണഃ. അധികാരിത്വം ആണ് പ്രധാനപ്പെട്ട കാര്യം. അധികാരിത്വം ആദ്യം വേണം, അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് ആ ശ്ലോകത്തിലൂടെ പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കുന്ന ശ്ലോകം സാധനയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗവും കൂടെയാണ്. സാധനാന്യത്ര ചത്വാരി കഥിതാനി മനീഷിഭിഃ യേഷു സത്സ്വേവ സന്നിഷ്ഠ യഥഭാവേന സിദ്ധ്യതി. സാധനാന്യത്ര ചത്വാരി കഥിതാനി മനീഷിഭിഃ യേഷു സത്സ്വേവ സന്നിഷ്ഠ യഥഭാവേന സിദ്ധ്യതി. അതാണ് ശ്ലോകം. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സാധനാനി അത്ര ചത്വാരി, 4 സാധനകളെ പറയും. 4 സാധനങ്ങൾ നമ്മൾ നേരത്തെ തത്വബോധത്തിൽ പഠിച്ചത് തന്നെയാണ്. 4 സാധനകളെ പറയും. കഥിതാനി, ഇവിടെ 4 സാധനങ്ങളെ പറയപ്പെട്ടിരിക്കുന്നു. സാധനാന്യത്ര ചത്വാരി കഥിതാനി മനീഷിഭിഃ, അറിവുള്ളവരാൽ, ഋഷികളാൽ, വലിയ ഗുരുക്കന്മാരാൽ. മനീഷിഭി എന്ന് പറഞ്ഞാൽ, മനീഷ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവുള്ളവരാൽ, ജ്ഞാനികളാൽ എന്താണ് പറയപ്പെട്ടിരിക്കുന്നത്? സാധനാന്യത്ര ചത്വാരി, സാധനാനി അത്ര ചത്വാരി, 4 സാധനകൾ പറയപ്പെട്ടിരിക്കുന്നു എന്നാണ് ആദ്യത്തെ 2 വരിയുടെ അർത്ഥം. അറിവുള്ളവർ പറഞ്ഞു എന്ന് പറയാൻ കാരണം, വേദം പഠിച്ചവർ പോലും മോക്ഷം എന്നാൽ ഒരു സുഖം ആണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. മോക്ഷം കിട്ടും, മോക്ഷം കിട്ടുന്ന സുഖം, സുഖം എന്നൊരു ധാരണ പലർക്കുമുണ്ട്. അത് ശരീരം വിട്ട ശേഷം കിട്ടുന്ന ഒരു സുഖമാണ് എന്നും ധരിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയല്ല, അറിവുള്ളവർ എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ കാരണം, ശരിയായിട്ടുള്ള മോക്ഷം എന്നാൽ പൂർണ്ണ സംതൃപ്തി എന്നുള്ളതിനെ മനസ്സിലാക്കിയവർ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അവർ പറയുന്നു, ഈ മോക്ഷം നേടാനായി 4 സാധനകൾ വേണം എന്ന് പറയും. പക്ഷേ ഈ തെറ്റിദ്ധരിച്ചിരിക്കുന്നവര്, മോക്ഷം എന്നാൽ സുഖമാണ്, ജീവിതത്തിൽ എല്ലാം ലഭിച്ചാൽ സുഖമാവും, ആ സുഖമാണ് മോക്ഷം എന്ന് ധരിച്ചിരിക്കുന്നവര് കർമ്മകാണ്ഡത്തെ അനുസരിച്ച് കർമ്മം ചെയ്ത് ഇതൊക്കെ നേടാം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരാണ്. അപ്പൊ കർമ്മത്തിൽ കൂടി മോക്ഷം ലഭിക്കില്ല. മോക്ഷത്തിന് കർമ്മത്തിൽ കൂടെ സാധിക്കില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം അത് കണ്ടു കഴിഞ്ഞു. അതിനുള്ള ഉദാഹരണങ്ങളെ ശങ്കരാചാര്യ സ്വാമികൾ എത്രയോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണം, കർമ്മമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കർമ്മത്തിന്റെ വഴിയാൽ പോയാലേ മനസ്സിനെ ജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു തരുന്നു. അത് കഴിഞ്ഞപ്പോ 2ാമത്തെ വരിയിൽ പറയുന്നു, യേഷു സത്സ്വേവ സന്നിഷ്ഠ യദഭാവേ ന സിദ്ധ്യതി. 2ാമത്തെ വരിയിൽ വീണ്ടും പഴയ നേരത്തെ പറഞ്ഞ അധികാരിത്വത്തെ തന്നെയാണ് പറയുന്നത്. അതിന്റെ പ്രാധാന്യത്തെ തന്നെയാണ് വീണ്ടും പറയുന്നത്. കളിമണ്ണില്ലാതെ പാത്രം ഉണ്ടാകില്ല, സ്വർണമില്ലാതെ ആഭരണങ്ങൾ ഉണ്ടാകില്ല, അതുപോലെ അധികാരിത്വമില്ലാതെ ജ്ഞാനം ഉണ്ടാകില്ല. അതായത് മിനിമം ക്വാളിഫിക്കേഷൻസ് വേണം. അതാണല്ലോ അധികാരിത്വത്തിൽ പറഞ്ഞത്. മിനിമം ചില കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അയാൾക്ക് ഈ ജ്ഞാനമാർഗത്തിലേക്ക് പോകാനുള്ള അറിവൊക്കെ നേടാൻ സാധിക്കുള്ളൂ എന്ന് പറയും. അതാണ് ഇവിടെ 2ാമത്തെ വരിയിൽ പറയുന്നത്. യേഷു, അതായത് നേരത്തെ പറഞ്ഞ സാധനാന്യത്ര ചത്വാരി എന്ന് പറഞ്ഞല്ലോ, അത് യേഷു, ഈ സാധനകൾ സത്സു, ഉണ്ടെങ്കിൽ മാത്രമേ, സത്സു എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ മാത്രമേ, സന്നിഷ്ഠ, ബ്രഹ്മത്തിൽ നിഷ്ഠ, അതായത് സത് വസ്തുവിൽ നിഷ്ഠ, സത് നിഷ്ഠ, യത് അഭാവ, ഇവയില്ലെങ്കിൽ
ഇവയില്ലെങ്കിൽ അധികാരിത്വം, അതേമാതിരി 4 സാധനകളില് നിഷ്ഠ, ഇതൊന്നും ബ്രഹ്മത്തില് നിഷ്ഠ, ഇതൊന്നുമില്ലെങ്കിൽ യദഭാവേ, ഇവയില്ലെങ്കിൽ ന സിദ്ധ്യതി, സിദ്ധി ഉണ്ടാകില്ല, ആ മോക്ഷം ഉണ്ടാകില്ല, നിഷ്ഠ ഉണ്ടാകില്ല, ബ്രഹ്മപ്രാപ്തി ഉണ്ടാകില്ല. അപ്പോ ഈ സ്റ്റെപ്പുകൾ, അതായത് മോക്ഷം ലക്ഷ്യം, അത് ജ്ഞാനത്തിലൂടെ, ജ്ഞാനം വിചാരത്തിലൂടെ, അതായത് ശാസ്ത്ര വിചാരത്തിലൂടെ, ശാസ്ത്ര വിചാരത്തിന് അർഹത വേണം. അർഹത എന്നാൽ അധികാരിത്വം ഉണ്ടാകണം. അത് തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്. പക്ഷെ ഇവിടെ 4 സാധനങ്ങളും കൂടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് അടുത്ത വഴിയെ വരും. പറയാൻ പോകുന്ന 4 സാധനങ്ങളും കൂടെ ഉണ്ടെങ്കിലേ ആ അധികാരിക്ക് ആ 4 സാധനങ്ങളും കൂടെ ചെയ്താലേ ബ്രഹ്മനിഷ്ഠനാകാൻ പറ്റുള്ളൂ, ബ്രഹ്മനിഷ്ഠയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഈ ബ്രഹ്മനിഷ്ഠയില് സിദ്ധി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതായത് മോക്ഷം ഉണ്ടാകില്ല എന്ന് പറയും. നമുക്ക് അടുത്ത ശ്ലോകമാണ്. ഈ ശ്ലോകത്തെ ഇത്രയും കാര്യമായിട്ടൊന്നും പറയുന്നില്ല, ഇത്രയും പറയുന്നുള്ളൂ. അടുത്ത ശ്ലോകം എന്താണ് എന്ന് നോക്കാം. അടുത്ത ശ്ലോകം പറയുന്നു, ആദൗ നിത്യാനിത്യവസ്തു വിവേകഃ പരിഗണ്യത്തെ ഇഹാമുത്ര ഫലഭോഗ വിരാഗസ്തദനന്തരം. ഇഹാമുത്ര ഫലഭോഗ വിരാഗസ്തദനന്തരം ശമാദിഷട്ക സമ്പത്തിർ മുമുക്ഷത്വമിതി സ്ഫുടം. ക്ഷമാദിഷട്ക സമ്പത്തിർ മുമുക്ഷത്വമിതി സ്ഫുടം. ഇത് നേരത്തെ കേട്ടിട്ടുള്ളത് തന്നെയാണ്. തത്വബോധത്തിൽ ഇത് നന്നായിട്ട് നമ്മൾ വിചാരം ചെയ്ത ഭാഗം തന്നെയാണ് ഇവിടെ വീണ്ടും വരുന്നത്. ആദൗ നിത്യാനിത്യവസ്തു വിവേകഃ പരിഗണ്യത്തെ ഇഹാമുത്ര ബലഭോഗ വിരാഗസ്തദനന്തരം ശമാദിഷട്ക സമ്പത്തിർ മുമുക്ഷത്വമിതി സ്ഫുടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഫുടം എന്താണത് നോക്കാം. ആദൗ ആദ്യമായിട്ട് എന്താണ് വേണ്ടേ? വിവേകം. നേരത്തെ പറഞ്ഞല്ലോ, വിവേകം അഥവാ അറിവ്. എങ്ങനെയുള്ള അറിവാണ് വേണ്ടത്? നിത്യ അനിത്യ വസ്തു വിവേകഃ. ആദൗ നിത്യാനിത്യ വസ്തു വിവേകഃ. ആദ്യമായി നിത്യമെന്നും അനിത്യമെന്നുമുള്ള ആ തരംതിരിവ് വസ്തുക്കളില് കാണാൻ പഠിക്കണം. അതായത് എന്നും നിലനിൽക്കുന്നത് ഏതാണ്, നശിക്കുന്നത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അങ്ങനെയുള്ള വസ്തുക്കളെ കുറിച്ച് ഒരു വസ്തുവിനെ കാണുമ്പോൾ ഇത് ശാശ്വതമായതാണോ, അതോ ഇത് കുറച്ചു കഴിയുമ്പോൾ നശിക്കുമോ? ചിലത് ഒരുപാട് കാലം നിലനിൽക്കും, ചില വസ്തുക്കൾ. ചിലത് വളരെ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഓരോ വസ്തുവിനെ സമീപിക്കുമ്പോഴും, ഒരു വസ്തു നമുക്ക് എപ്പോഴാണ് നമ്മൾ സമീപിക്കുന്നത്? ഒരു വസ്തുവിന്റെ ആവശ്യം വരുമ്പോൾ, ഒരു വസ്തുവിൽ നിന്ന് സുഖം ലഭിക്കും എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ സമീപിക്കുക. അപ്പോ ആ വസ്തു തരുന്ന സുഖം നിത്യമായിരിക്കുമോ അനിത്യമായിരിക്കുമോ? ഈ വസ്തു തന്നെ അനിത്യമാണെങ്കിൽ അത് തരുന്ന സുഖം എങ്ങനെ നിത്യമാകും? അപ്പോ വിവേകം കൊണ്ട് അങ്ങനെ ചിന്തിക്കണം. ഈ വസ്തു എത്ര കാലം നിലനിൽക്കും? ഇല്ല, അധികം കാലം നിലനിൽക്കില്ലല്ലോ. നമ്മുടെ ശരീരം തന്നെ എത്ര കാലം നിലനിൽക്കും? അതിന് പരമാവധി 80-90 അങ്ങനെ ഒരു കണക്കുണ്ട്. അതിൽ കൂടുതൽ മുന്നോട്ട് പോകത്തില്ല. അപ്പോ ഈ ശരീരം തരുന്ന സുഖം എത്ര കാലം നിലനിൽക്കും? ശരീരം ഉള്ളിടത്തോളം കാലമേ ഉള്ളൂ. അപ്പൊ അത് അനിത്യമായതാണോ നിത്യമായതാണോ? അത് അനിത്യമായതാണ്. നിത്യമായ സുഖം ഈ ശരീരത്തിൽ കൂടി ലഭിക്കുമോ? ലഭിക്കില്ല. ഇങ്ങനെയുള്ള ഓരോ വസ്തുവിനെ കുറിച്ചും ഓരോന്നിൽ നിന്നും നമ്മൾ സുഖം തേടുമ്പോൾ, മനുഷ്യന്റെ യാത്ര സുഖം തേടിയുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് മഹർഷിമാര് ഈ സുഖം തേടിയുള്ള യാത്ര മനുഷ്യൻ ചെയ്യുന്നു. പക്ഷേ എപ്പോഴും അവസാനം ദുഃഖത്തിലേക്കോ ദുരിതത്തിലേക്കോ പതിക്കുന്നു. ഇതെന്തുകൊണ്ട്? അപ്പോൾ ശാശ്വതമായ സുഖമൊന്നും ഉണ്ടോ? അതെവിടെയാണ് എന്ന് ആണ് നമ്മുടെ ഋഷിമാര് ഇരുന്ന് തപസ് ചെയ്ത് നോക്കിയത്. മനുഷ്യനെ എങ്ങനെ ദുഃഖത്തിൽ നിന്നും കരകയറ്റാം, അതിനെന്താണ് പോംവഴി എന്ന് അവര് ഒരുപാട് ഇരുന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് അവനവനെ അറിഞ്ഞാൽ നിത്യമായ സുഖം ലഭിക്കും, ഞാൻ ആത്മാ എന്നുള്ള സത്യത്തെ തിരിച്ചറിയണം, ജീവബ്രഹ്മ ഐക്യത്തെ തിരിച്ചറിയണം, അപ്പോൾ ശാശ്വതമായ സുഖം ലഭിക്കും എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞത്. ആ തിരിച്ചറിവിനെയാണ് പിന്നീട് നമുക്ക് പരമ്പരയായി കൈമാറിയത്. പരിഗണ്യതേ എന്ന് പറഞ്ഞാൽ പരിഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ പറയപ്പെടുന്നു. എന്താണ് പറഞ്ഞത്? ആദൗ
നിത്യാനിത്യ വസ്തു വിവേക പരിഗണ്യത. ആദ്യമായി നിത്യാനിത്യ വസ്തു വിവേകത്തെ പറയപ്പെടുന്നു, പരിഗണിക്കപ്പെടുന്നു. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. രണ്ടാമത്തെ വരിയിൽ പറയുന്നത് എന്താണ്? ഇഹാമുത്ര ഫലബോധ വിരാഗസ്തനന്തരം എന്നാണ് രണ്ടാമത്തെ വരി പറഞ്ഞത്. അതായത് വൈരാഗ്യത്തെയാണ് അവിടെ പറയുന്നത്. ആദ്യം വിവേകത്തെ പറഞ്ഞു, രണ്ടാമത് വൈരാഗ്യത്തെ പറയുന്നു. വിരാഗഹ എന്ന് പറഞ്ഞാൽ വൈരാഗ്യമാണ്. വിരാഗഹ എന്ന് പറഞ്ഞാൽ അതാണ് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. രാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടൽ, ഒരു പ്രത്യേക ഇഷ്ടം, ഒരു വസ്തുവിനോടുള്ള ഒട്ടൽ, അതിനാണ് രാഗഹ എന്ന് പറയുക. വിരാഗഹ എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒട്ടലില്ലായ്മ, ഒരു പറ്റില്ലായ്മ, പ്രത്യേകിച്ച് അതിനോടൊരു ഇഷ്ടമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് വിരാഗഹ. വിരാഗസ്യ ഭാവഹ വൈരാഗ്യം. വിരാഗഹ എന്ന് പറഞ്ഞാൽ പറ്റില്ലായ്മ, ഒന്നിനോടും ഒരു ഒട്ടലില്ലായ്മ. രാഗഹ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനോടുള്ള ഒട്ടൽ അല്ലെങ്കിൽ പറ്റ്. വിരാഗസ്യ ഭാവഹ വൈരാഗ്യം, ഇങ്ങനെയാണ് പറയുക. അങ്ങ് ചോദിക്കുന്നു, ഏതിനെ കുറിച്ചുള്ള വൈരാഗ്യമാണ്? വൈരാഗ്യമാണ്, ശരി. ഏതിനെ കുറിച്ചുള്ള വൈരാഗ്യം? ഇഹ അമുത്ര ഫല ഭോഗ വിരാഗ എന്നാണ് ഇഹാമുത്ര ഫലഭോഗ വിരാഗം എന്ന് പറയുന്നത്. ഇഹ അമുത്ര ഫല ഭോഗ വിരാഗ, അതായത് ഭോഗത്തിൽ സുഖമില്ലായ്മ, അനുഭവിക്കുന്ന ഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ അതില് ആ സുഖത്തില് ഒട്ടിച്ചേർന്ന് പറ്റി ഇരിക്കായിക. അതായത് ഈ ലോകത്തിലും ഇഹ ഇവിടെയും, അമുത്ര മറ്റു ലോകങ്ങളിലും, ഫലഭോഗ വിരാഗ അവിടെ ഈ ലോകത്തിലും മറ്റു ലോകങ്ങൾ. എന്താ മറ്റു ലോകങ്ങൾ കുറിച്ച് പറയാൻ കാരണം? സ്വർഗം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പരലോകം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യുന്നു, സ്വർഗസുഖപ്രാപ്തിക്ക് വേണ്ടി പൂജകൾ ചെയ്യുന്നു. പിന്നെ ആൾക്കാർ മരിച്ചു പോകുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി പരലോകത്ത് സുഖം ലഭിക്കാനായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. പരലോകത്ത് പോകും. മറ്റേ രണ്ട് മാർഗം, ഉത്തരായനം ദക്ഷിണായനത്തിൽ കൂടെയൊക്കെ ആത്മാ സഞ്ചരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ സൂക്ഷ്മ ശരീരം അങ്ങനെ സഞ്ചരിക്കും. അപ്പോ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഓരോ തർപ്പണങ്ങൾ ചെയ്യുന്നത്, പിന്നെ മരിച്ച ശേഷം ചെയ്യുന്ന അടിയന്തര കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ പരലോകത്തില് ഉള്ള സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്, ആ വഴി ശരിയാകാനാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ശാസ്ത്രത്തെ കൂടി. അപ്പൊ വേറെ ലോകം, ഈ ലോകമല്ലാതെ വേറെ ലോകങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രം വഴി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, ശാസ്ത്രം വഴി നമ്മൾ കേൾക്കുന്നു. നമ്മൾ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു, ശാസ്ത്രം വഴി നമ്മൾ കേൾക്കുന്നു. അപ്പോ ഈ ലോകത്തിലും അങ്ങനെയുള്ള പരലോകങ്ങളിലും മറ്റു ലോകങ്ങളിലും നമുക്ക് ലഭിക്കുന്ന സുഖങ്ങളിൽ ഒട്ടലില്ലാതിരിക്കുക, പറ്റില്ലാതിരിക്കുക. ഇവിടെ മാത്രമല്ല, സ്വർഗം കിട്ടും, അവിടെ പോയാൽ സുഖമായിരിക്കാം. അങ്ങനെ മനസ്സിൽ ആ സുഖത്തിലും നമുക്ക് ഒട്ടൽ ഉണ്ടാകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. തദനന്തരം, അതായത് മറ്റേ ആദ്യത്തെ കാര്യം വിവേകം വന്ന ശേഷം വൈരാഗ്യം എന്ന കാര്യം വരണം. അതായത് ഈ ലോകത്തിൽ എന്നല്ല മറ്റു ലോകങ്ങളിലെ സുഖങ്ങളിലും നമുക്ക് പറ്റുണ്ടാകരുത്. ഏത് തരം സുഖമാണെന്ന് നേരത്തെ പറഞ്ഞു. എന്താണ്? നിത്യ അനിത്യം. അതിൽ നോക്കിയിട്ട് പിന്നെ അപ്പൊ എന്താണ് ഇവിടെ? വിവേകം വൈരാഗ്യം എന്ന് രണ്ട് കാര്യമാണ് പറയുന്നത്. വിവേകം വൈരാഗ്യം രണ്ട് കാര്യങ്ങളെയാണ് എവിടെ പറഞ്ഞേ? ആദൗ നിത്യാനിത്യ വസ്തു വിവേക പരിഗണ്യത. അപ്പൊ വിവേകത്തിനെ പറഞ്ഞു. ഇഹാമുത്ര ഫലഭോഗ വിരാഗസ്തനന്തരം എന്ന് പറഞ്ഞപ്പോ വിരാഗത്തിനെ പറഞ്ഞു. ഇനി എന്താ പറയണേ? ശമാതിഷക്ക സമ്പത്തിർ മുമുക്ഷുത്വമിതി സ്ഫുടം എന്നാ പറയുന്നത്. അതായത് ശമാതിഷക്ക സമ്പത്തി, ഇതും നമ്മൾ തത്വബോധത്തിൽ നന്നായിട്ട് പഠിച്ചു. ശമം ദമം മുതലായ 6 സാധനകൾ എല്ലാത്തിനും കൂടി ഒന്നിച്ചാണ് പറയുന്നത്. ശമാതിഷക്ക സമ്പത്തി എന്ന് പറയും. പിന്നെ മൂക്ഷുത്വം, മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം. ഈ 4 കാര്യങ്ങളാണ് വേണ്ടത്. എന്നാൽ മാത്രമേ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ, ആ ലക്ഷ്യം നേടാൻ സാധിക്കുള്ളൂ. അപ്പൊ മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ മോക്ഷം വേണമെന്ന ആഗ്രഹം. അപ്പോ ആ ഇച്ഛാശക്തി എങ്ങനെയാ? പ്രായമനുസരിച്ചല്ലേ ഇച്ഛാശക്തി വളരുന്നത്. ഓരോ കാര്യങ്ങളിൽ ഇച്ഛാശക്തി ഉണ്ടാകുന്നത് പ്രായമനുസരിച്ചാണ് അത് വളർന്നു വരുന്നത്. അതില് ഏറ്റവും അവസാനം വരുന്ന ഒരാശയാണ് മോക്ഷം. അതിന് മേലെ ഒരു ആശയുണ്ടോ? ഇല്ല.
നമ്മൾ കുഞ്ഞിലത്തൊരു വലുതായി വലുതായി വരുമ്പോൾ ഓരോരോ ആശകൾ വരും. അങ്ങനെ പ്രായമനുസരിച്ച് വേണം വേണം ഇന്നത് വേണം ഇന്നത് വേണം എന്നുള്ള ആശ കൂടി വരും. അപ്പോ എന്തായി, ഇച്ഛാശക്തി അനുസരിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇച്ഛാശക്തിയും കൂടി വരും. അങ്ങനെ വന്ന് ജീവിതത്തിലെ എല്ലാ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നു. അല്ലെങ്കിൽ ഒരുപാട് പാടുകൾ വരുന്നു. ഇവിടത്തെ സുഖം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയൊക്കെ മനസ്സിൽ വരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി വരുമ്പോ ആ ഗൃഹസ്ഥാശ്രമം കഴിയുമ്പോൾ, ഏതാണ്ട് ഗൃഹസ്ഥാശ്രമത്തിന്റെ അവസാന ഭാഗമൊക്കെ വന്ന് ഇനി അടുത്ത ആശ്രമത്തിലേക്ക് കടക്കണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോ പതുക്കെ ഉള്ളില് എന്ത് തോന്നലുണ്ടാവും? മോക്ഷം എന്നൊക്കെ നമ്മൾ ശാസ്ത്രത്തിൽ കേൾക്കുന്നു. എന്താണ് ഇത്, ഇതിനെ കുറിച്ച് അറിയണം എന്നൊക്കെ തോന്നലുണ്ടാവും. അങ്ങനെ ആ ഒരു മോക്ഷം എന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒരു ആഗ്രഹം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒരു അവസാനം വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈശ്വരനിൽ എത്തിച്ചേരുക എന്ന് നമ്മൾ പറയുന്ന മോക്ഷം. ഈശ്വരനിൽ എത്തിച്ചേരുക, അതായത് ഞാനും ഈശ്വരനും വേറെയല്ല എന്ന് മനസ്സിലാക്കുക. തത്വമസി എന്നുള്ള വാക്യത്തിന്റെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള തിരിച്ചറിവ്, ഇതൊക്കെ ഉണ്ടാകുന്ന പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. അതാണ് അവിടെ നാലാമതായിട്ട് മുമുക്ഷുത്വം എന്ന് പറഞ്ഞത്. ഇതിസ്ഫുടം, ഈ വിധം തെളിവായി 4 സാധനകളെ പറയപ്പെട്ടിരിക്കുന്നു. പൂർവികരാൽ 4 സാധനകളെ പറയപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ്? വിവേകം, വൈരാഗ്യം, ശമാധിശുക്ക സമ്പത്തി, മുമുക്ഷുത്വം. തത്വബോധത്തിൽ നമ്മൾ ഇത് 4 വിശദമായി നോക്കി. എന്നാലും നമുക്കിവിടെ ഈ വിവേക ചൂടാമണിയിലും ഈ വഴിയിൽ കൂടെ തന്നെയാണ് ശങ്കരാചാര്യർ സഞ്ചരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ അത് നന്നായിട്ട് ഒന്നുകൂടെ മനസ്സിലാവും നേരത്തെക്കാട്ടിലും. രണ്ടാമത്തെ ശ്ലോകം അതായിരുന്നു ഇന്ന് നമ്മൾ പഠിച്ച്. ആദോ നിത്യാനിത്യ വസ്തു വിവേക പരിഗണ്യതേ വികാമുത്ര ഫലഭോഗ വിരാഗസ്തദനന്തരം സമാധിഷക്ക സമ്പത്തിർ മുമുക്ഷുത്വമിതി ഗുണം. അടുത്ത ഒരു ശ്ലോകം കൂടെ നമുക്കൊന്ന് നോക്കാം. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇത്യേവം രൂപോ വിനിശ്ചയഃ സോയം നിത്യാനിത്യവസ്തു വിവേകഃ സമുദാഹൃതഃ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇത്യേവം രൂപോ വിനിശ്ചയഃ സോയം നിത്യാനിത്യവസ്തു വിവേകഃ സമുദാഹൃതഃ. ഇതാണ് ശ്ലോകം. ഒന്നുകൂടെ പറയാം. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇത്യേവം രൂപോ വിനിശ്ചയഃ സോയം നിത്യാനിത്യവസ്തു വിവേകഃ സമുദാഹൃതഃ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇവിടെ വിവേകം എന്ന സാധനയാണ് വിവരിക്കുന്നത്. വിവേകം എന്ന സാധനയെ നന്നായി ഇവിടെ വിവരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വിവേക ചൂടാമണി എന്ന പുസ്തകമാണ് പഠിക്കുന്നത്, ഗ്രന്ഥമാണ് പഠിക്കുന്നത്. വിവേക ചൂടാമണി എന്ന ഗ്രന്ഥമാണ് പഠിക്കുന്നത്. അതിലെ ആ വിവേകം എന്ന് പറയുന്നതിനെ വളരെ ഭംഗിയായിട്ടൂടെ ശങ്കരാചാര്യസ്വാമികൾ വിവരിക്കുകയാണ്. അപ്പോ വിവേകം എന്ന് ആദ്യം നോക്കണ്ടേ? അത് നോക്കണല്ലോ. വിവേക ചൂടാമണി പഠിക്കുമ്പോൾ ആദ്യം എന്താണ് അറിയണ്ടേ? വിവേകം എന്താണ് എന്നറിയണം. എന്നാലേ വിവേക ചൂടാമണി മനസ്സിലാവൂ. വിവേകം എന്നാൽ തരം തിരിച്ച് അറിയണം. വിവേചനം ചെയ്ത് അറിയുന്നതിനാണ് വിവേകം എന്ന് പറയുന്നത്. വിവേചനം ചെയ്ത് അറിയുക, തരം തിരിച്ച് അറിയുക. എല്ലാ കാര്യത്തിലും നല്ലതും ചീത്തയും നാം തിരിച്ചറിയുന്നുണ്ട്. ഓരോ കാര്യത്തിലും നാം നല്ലതേത് ചീത്ത ഏത് എന്ന് നാം തിരിച്ചറിയാറുണ്ട്. പിന്നെ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ അത് നമ്മൾ തിരിച്ചറിയാറുണ്ട്. അപ്പോ എന്തിനാണ് ഈ തരം തിരിച്ചു നോക്കണം എന്ന് പറയുന്നത്? തരം തിരിച്ചു നോക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത്? നല്ലതും ചീത്തയും പലപ്പോഴും കലർന്നിരിക്കും. പലപ്പോഴും നല്ലതും ചീത്തയും കലർന്ന് ഇരിക്കും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുമ്പോൾ. അപ്പൊ അതില് നല്ലതേത് ചീത്തകേത് എന്ന് തിരിച്ചറിഞ്ഞാലേ നമുക്ക് നല്ലത് സ്വീകരിക്കാനും ചീത്ത തള്ളിക്കളയാനും പറ്റും. ഇപ്പൊ കലർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് വിവേകം വേണം എന്ന് പറയാൻ കാരണം. ഒറിജിനൽ പോലെ ഇരിക്കും ഡ്യൂപ്ലിക്കേറ്റ്. ഒറ്റ നോട്ടത്തിൽ അറിയില്ല. ശ്രദ്ധിച്ചു നോക്കിയാലേ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് തിരിച്ചറിയുള്ളൂ, ഒറിജിനൽ ഏതാണെന്ന് തിരിച്ചറിയുള്ളൂ.
അതുപോലെയാണ് സത്യവും നുണയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം പ്രപഞ്ചത്തില് കലർന്നിരിപ്പുണ്ട്. നമ്മൾ കാണുന്ന എല്ലാത്തിലും ഈ ഒരു സംഭവമുണ്ട്. സത്യമേത് നുണയേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. ജീവിതത്തിലെ നിത്യം ഏത് അനിത്യമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ എന്ത് ചെയ്യും? അനിത്യത്തിനെ നിത്യമാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ജീവിതത്തിലെ നിത്യം ഏത് അനിത്യം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അനിത്യമായതിനെ നിത്യമെന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കുന്നു. അപ്പോ അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. നിത്യത്തെ വേറെ അനിത്യത്തെ വേറെ തിരിച്ചറിയണ്ടേ? നമ്മൾ അനിത്യത്തെ നിത്യമായി വിചാരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് പാടില്ല. തിരിച്ചറിവ് ഉണ്ടാകുന്നത് വിവേകം എന്ന ആ ക്വാളിറ്റി വെച്ചുകൊണ്ടാണ്. തിരിച്ചറിവ് ഉണ്ടാകുന്നത് വിവേകം ഉപയോഗിച്ചാണ് തിരിച്ചറിവ് ഉണ്ടാവുക. എന്താണ് ഈ തിരിച്ചറിവ്? എന്തിനാണ് ഈ തിരിച്ചറിവ്? ഈ വിവേകം എന്തിന്? ഇതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ എന്ത് പ്രയോജനം? അങ്ങനെ ചോദിക്കുമല്ലോ ചിലര്. ഇവിടെ കലർന്നാണ്ടിരിക്കുന്നിരുന്നോട്ടെ, അനിത്യത്തെ നിത്യമായിട്ടാണ് വിചാരിച്ചോട്ടെ, അതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പൊ പറയുന്നു അങ്ങനെയല്ല, വിവേകം ഉപയോഗിച്ച് തിരിച്ചറിയണം. അപ്പൊ ചോദിക്കുന്നു എന്തിന്, എന്ത് പ്രയോജനം? അപ്പൊ പറയാണ്, നമ്മള് ഒരു യാത്ര ആരംഭിക്കുമ്പോ എവിടെയാണ് എത്തേണ്ടത്, ഇറങ്ങേണ്ടത് എന്ന അറിവ് നമുക്ക് വേണം. അതുപോലെ ഈശ്വരൻ ഈ ശരീരം എന്ന വാഹനം നമുക്ക് യാത്രയ്ക്കായി തന്നിരിക്കുന്നു. ഈശ്വരൻ ഈ ശരീരം നമുക്ക് ഒരു വാഹനമായിട്ട് ഒരു യാത്രയ്ക്ക് നമുക്ക് തന്നിരിക്കുന്നതാണ്. ഈ ശരീരം ഒരു യാത്രയിലാണ് നമ്മൾ, അതിനുപയോഗിക്കുന്ന വാഹനമാണ് ഈ ശരീരം. പെട്രോൾ ഉണ്ട്, റോഡുണ്ട്, ജീവിതം എന്ന യാത്ര. പെട്രോളും റോഡും ഒക്കെ ഉണ്ട്, ജീവിതം എന്ന യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ ഈ യാത്ര എങ്ങോട്ടാണ്? ഇതിന്റെ ലക്ഷ്യം എന്താ? ഓരോ യാത്രയ്ക്കും, ഏത് യാത്രയ്ക്കും ലക്ഷ്യമുണ്ടാവുമല്ലോ. അപ്പോ ഈശ്വരൻ തന്നിരിക്കുന്ന ഈ ശരീരം എന്ന വാഹനം ഉപയോഗിച്ച് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഈ യാത്രയുടെ ലക്ഷ്യം എന്ത്? എവിടെയാണ് ഇത് എത്തിച്ചേരേണ്ടത് ഈ യാത്ര എന്ന് അറിയണം. എന്തിനെയാണ് നമ്മൾ ആ ലക്ഷ്യത്തിൽ പ്രാപിക്കേണ്ടത് എന്നറിയണം. അപ്പോ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം, ഒരു അറിവ്, ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അത്യാവശ്യമാണ്. ഈ ശരീരം എന്ന വാഹനത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നു, മുന്നോട്ട് വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇത് എവിടെ ചെന്ന് അവസാനിക്കണം? എവിടെ ആണ് ഈ ലക്ഷ്യം? ആ ലക്ഷ്യത്തിൽ എത്തണം. ഇനി എത്ര ദൂരമുണ്ട്? എപ്പോൾ എത്താൻ പറ്റും? എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ളൊരു ബോധം നമുക്ക് ആവശ്യമാണ്. ഈ ലക്ഷ്യം എങ്ങനെയുള്ളതായിരിക്കണം? അതും കൂടെ ഒരു ചിന്ത വേണമല്ലോ. ലക്ഷ്യം എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ ചുമ്മാ ഒരു ലക്ഷ്യം വിചാരിച്ചാൽ പോരാ. ആ ലക്ഷ്യം എങ്ങനെയുള്ളതായിരിക്കണം? അത് നാശമില്ലാത്തതായിരിക്കണം. നാശമുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ, ഇല്ലേ? എന്തെങ്കിലും കാര്യം കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് സ്ഥിരമായിട്ട് വേണം, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ സാധാരണ ലൗകിക ജീവിതത്തിൽ അങ്ങനെ സ്ഥിരമായത് കിട്ടാറില്ല. നമ്മൾ സ്ഥിരമെന്ന് വിചാരിക്കുന്ന കുറച്ച് കഴിയുമ്പോൾ അസ്ഥിരമായി മാറും, നാശമായി മാറും. അപ്പൊ അതുപോലെ നമ്മളിവിടെ നോക്കേണ്ടത് സ്ഥിരമായി ഉള്ളത്, നാശമില്ലാത്തത്, നിത്യമായ ഒന്നിനെയാണ് ലക്ഷ്യമായിട്ട് നമുക്ക് ഇവിടെ കാണേണ്ടത്. കാരണം ബുദ്ധിമുട്ടി നേടിയത് നശിച്ചു പോവുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഓരോ ലക്ഷ്യം നേടാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ ശരീരം എന്ന വാഹനം ഉപയോഗിച്ചുള്ള യാത്രയിൽ ആ ലക്ഷ്യം നല്ലതായിട്ട് ബുദ്ധിമുട്ടിയിട്ട്, എത്രയോ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് ബുദ്ധിമുട്ടി നേടുമ്പോൾ അത് നശിച്ചു പോകുന്ന ഒരു ലക്ഷ്യമായെങ്കിൽ എന്ത് പ്രയോജനം? ഇത്രയും ബുദ്ധിമുട്ടി ഇതിന്റെ പ്രയോജനം ഇല്ലാതെ കണ്ടാകുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പോ ലക്ഷ്യം എങ്ങനെയിരിക്കണം? നിത്യമായ ഒന്നിനെ ആയിരിക്കണം ലക്ഷ്യം വെക്കുന്നത്. നിത്യമായ ഒന്നിനെ ലക്ഷ്യം വെക്കണം. ഈ ലക്ഷ്യം
അതായത് നിത്യമായതിനെ നേടുക എന്നത് ലക്ഷ്യം വെച്ചു, നിത്യമായതിനെ നേടണമെന്ന്. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യം നേടാനായിട്ട് നിത്യമായ ഒരു ലക്ഷ്യത്തെ കണ്ടു, ആ ലക്ഷ്യത്തെ നേടാനായിട്ട് അനിത്യമായ പലതിനെയും കൂട്ടുപിടിക്കാൻ തെറ്റില്ല. അത് ചില മാർഗങ്ങൾ നമുക്ക് കൂട്ടുപിടിക്കേണ്ടി വരും. ആ മാർഗങ്ങൾ അനിത്യമായിരിക്കും, അതിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറാൻ ഏണി ഉപയോഗിച്ച് കയറും. കയറിക്കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. അതിലെ തന്നെ ഇറങ്ങണമെങ്കിൽ അതിന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. മുകളിലേക്ക് പോവുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ കയറിക്കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം കഴിയും. അപ്പൊ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറകിലുള്ളതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷെ ലക്ഷ്യത്തിൽ എത്താൻ ചിലപ്പോ നാശമുള്ള പലതിനെയും ആശ്രയിച്ചു വേണം ചിലപ്പോൾ മുന്നോട്ട് പോകാൻ. അതിനെ അവിടെ ഉപേക്ഷിക്കുന്നു. അതിന്റെ ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ ഉപേക്ഷിക്കും. നിത്യമായതിനെ നേടുക എന്നതിന് അനിത്യമായ പലതിനെയും കൂട്ടുപിടിക്കുന്നതിൽ തെറ്റില്ല. അവ നമ്മെ സഹായിക്കുന്നവയായിരിക്കണം. അങ്ങനെ കൂട്ടുപിടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നവയായിരിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. അതായത് ലക്ഷ്യം നിത്യമായത് മാത്രം ആ ലക്ഷ്യം നേടാൻ ഉപയോഗിക്കാവുന്നവയാണ് അനിത്യമായവ. ഇവിടെയാണ് നിത്യ അനിത്യ തിരിച്ചറിയലിന്റെ അത്യാവശ്യം. ഈ ഒരു സന്ദർഭത്തിൽ അനിത്യമായതിനെ കൂട്ടുപിടിക്കുന്നു, നിത്യമായതിനെ നേടാൻ. ഈ സമയം നിത്യവും അനിത്യവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ് വേണം മുന്നോട്ട് പോകാൻ. അപ്പോ നിത്യമായ ഒന്നുണ്ട് എന്നുള്ള അറിവ് ആദ്യം ഉണ്ടാകണം. നിത്യമായ ഒന്നുണ്ട് എന്ന അറിവ് ആദ്യം ഉണ്ടാകണം. വിവേകം എന്നാൽ ജീവിത ലക്ഷ്യം അറിഞ്ഞ് അത് നിത്യം എന്ന ജ്ഞാനം, അതിന് സാധ്യജ്ഞാനം എന്ന് പറയും. വിവേകം എന്നാൽ ജീവിത ലക്ഷ്യം അറിഞ്ഞ് അത് നിത്യം എന്ന ജ്ഞാനമുണ്ടായി ആ സാധ്യജ്ഞാനം എന്ന് പറയും. അത് വിവേകത്തിൽ കൂടിയുള്ള അറിവിന്. ശ്രേയസ്സും പ്രേയസ്സും രണ്ടു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രേയസ്, പ്രേയസ്. ഒന്ന് നന്മയെ തരുന്നു, മറ്റൊന്ന് സുഖത്തെ തരുന്നു. ഒന്ന് നന്മയെ തരുന്നു, മറ്റൊന്ന് സുഖത്തെ തരുന്നു. സുഖം തരുന്നതെല്ലാം നന്മ തരില്ല. നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് സുഖം തരുന്നതെല്ലാം, നമ്മുടെ മനസ്സൊരു സുഖം നമ്മൾ കണക്കാക്കി വെച്ചിട്ടുണ്ടല്ലോ കുറെ കാര്യങ്ങളെ. അങ്ങനെ നമ്മൾ സുഖം എന്ന് വിചാരിക്കുന്ന സുഖത്തെ തരുന്നതെല്ലാം നന്മയെ തരണമെന്നില്ല. അതേപോലെ നന്മകൾ തുടക്കത്തിൽ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ തുടക്കത്തിൽ അത് സുഖം തരണമെന്നും നിർബന്ധമില്ല. അതിന്റെ റിസൾട്ട് പിന്നീടായിരിക്കും വരുന്നത്. ചിലപ്പോ കുറെ നാളത്തെ നന്മ കണ്ട് മാത്രമേ പിന്നീട് അതിന്റെ ഫലം വരാൻ തുടങ്ങുകയുള്ളൂ. അപ്പോ ലക്ഷ്യം നന്മയാണോ സുഖമാണോ? ഇങ്ങനൊരു ചോദ്യം വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രേയസ്സും പ്രേയസ്സും, ഒന്ന് നന്മയെ തരുന്നു, മറ്റൊന്ന് സുഖത്തെ തരുന്നു. സുഖത്തെ തരുന്നതെല്ലാം നന്മയെ തരില്ല. നന്മ തുടക്കത്തിൽ സുഖം തരണമെന്നില്ല. ഇങ്ങനെയിരിക്കെ ലക്ഷ്യം നന്മയോ സുഖമോ? ഇവിടെ ആചാര്യർ പറയുന്നു, നന്മയെ ആഗ്രഹിക്കുന്നവൻ ലക്ഷ്യം നേടും, സുഖത്തെ ആഗ്രഹിക്കുന്നവൻ ലക്ഷ്യം നേടില്ല, മാർഗമധ്യേ നശിക്കും. ഇതാണ് വലിയൊരു പ്രധാനപ്പെട്ടൊരു ഉപദേശം ആചാര്യൻ ആ സ്ഥലത്ത് തരുന്നത്. ആരാണോ നന്മയെ ആഗ്രഹിക്കുന്നത്, നന്മയെ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അയാൾ ലക്ഷ്യത്തിലേക്ക് എത്തും. സുഖത്തെ ആരാണോ നോക്കി മുന്നോട്ട് പോകുന്നത്, അയാൾ ശാശ്വതമായ സുഖത്തിലേക്ക് എത്തില്ല. അയാൾ ലൗകികമായ സുഖങ്ങളുടെ ഉള്ള പോക്കുകൊണ്ട് ഇടയ്ക്ക് മാർഗത്തിൽ നശിച്ചു പോകും.
കൂടുതലായി നമുക്കൊന്നും അറിയില്ലെങ്കിലും ഈ ലോകത്തിന് കാരണമായതും അതിനെ പോറ്റുന്നതും അതിനെ നിലനിർത്തുന്നതും ആയ ആ ശക്തിയെ, ഈശ്വരനെ, ബ്രഹ്മത്തെ, അതിനെ നേടണം എന്ന ആഗ്രഹമാണ് വേണ്ടത്. അതാണ് നന്മയെ നേടുക എന്ന് പറഞ്ഞാൽ. ഈ ലോകത്തെ സൃഷ്ടിച്ചതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ സൃഷ്ടി, കോടാനുകോടി സൃഷ്ടി ദിവസവും സംഭവിക്കുന്നു. ഇതിനെല്ലാം ഒരു ശക്തി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടത് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. വായു, അഗ്നി, ജലം എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. കിട്ടാത്തതായിട്ടൊന്നുമില്ല. സൃഷ്ടിച്ചതിനെല്ലാം വേണ്ടത് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഓരോ ദിവസവും ഈ സൃഷ്ടിയില് കുറെ തിരിച്ച് ലയിക്കുന്നു. ഏത് ശക്തിയിൽ നിന്ന് വന്നോ ആ ശക്തിയിലേക്ക് ലയിക്കുന്നു. ഇത് നമ്മൾ കുറെ വിശാലമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് കാണാം. നമ്മുടെ സങ്കുചിത മനോഭാവത്തിൽ നിന്ന് പുറത്തു കടന്ന് വിശാലമായിട്ട് ചിന്തിച്ചാൽ കാണാം, കോടാനുകോടി സൃഷ്ടി ദിവസവും സെക്കൻഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവയെല്ലാം നിലനിർത്തുന്നു ഒരു ശക്തിയാണ് അവയെല്ലാം നിലനിർത്തുന്നത്. എത്ര കോടി 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 പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഒക്കെ ഉണ്ട്. ഇവർക്ക് വേണ്ടതൊക്കെ ആരാണ് കൊടുക്കുന്നത്? എല്ലാം ആ ഈശ്വര ശക്തി തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചു നോക്കണം. ഒരു ചെറിയ പുൽക്കൊടി വളർന്നു നിൽക്കുന്നു. പുൽക്കൊടി നോക്കിക്കഴിഞ്ഞാൽ ഒരു 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 നമ്മുടെ ജസ്റ്റ് ഒരു നോട്ടം നമ്മളെ പോയി കഴിഞ്ഞാൽ എന്തുമാത്രം വൃക്ഷലതാദികൾ നിൽക്കുന്നു. ഇതിനെല്ലാം നമ്മൾ വെള്ളം നനച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്? അല്ല. നമ്മുടെ മുമ്പിൽ കാണുന്നതിനെല്ലാം നമ്മളാണോ പരിപാലിക്കുന്നത്? ഒന്നുമല്ല. അല്ല, ഒന്നോ രണ്ടോ ചെടി വീട്ടിൽ നട്ടിട്ട് വെള്ളം ഒഴിക്കും. ബാക്കി നമ്മുടെ കൺമുന്നിൽ കാണിക്കുന്ന കോടാനുകോടി ഈ ജീവജാലങ്ങൾ, എത്ര ജീവജാലങ്ങൾ, എത്ര പക്ഷികൾ, എന്തെല്ലാം കാണുന്നു. ഇതിനൊക്കെ ആരാണ് നിലനിർത്തുന്നത്? അതിനൊക്കെ വേണ്ട ഭക്ഷണവും അതിന് വേണ്ട ഷെൽട്ടറും എവിടുന്ന് കിട്ടുന്നു? ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനൊന്നും നമുക്ക് പങ്കൂല. ഇതിന് നമ്മൾ ഒന്നോ രണ്ടോ കണ്ടിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ മേന്മ പറഞ്ഞ് നടക്കും. അയ്യോ, ഞാൻ ദേ ഇതിന് ഭക്ഷണം കൊടുത്തു, ഞാൻ ദേ ഇതിന് കിടക്കാൻ സ്ഥലം കൊടുത്തു, ഞാൻ ദേ ഇതിനെ മുറിവ് വെച്ച് കെട്ടി. നമ്മൾ വലിയ കൊട്ടി ഘോഷിച്ച് യൂട്യൂബിലൊക്കെ ഇടും. ഒരു നായയെ കണ്ടു വഴിയിൽ ഇത് താഴെ പോയി, അതിനെന്തോ പരിക്ക് പറ്റി, വേഗം അതിനെ ശുശ്രൂഷിച്ചു, ഉടനെ ഞാൻ അത് ചെയ്തു, ഞാൻ എന്നുള്ള അത് എല്ലാവരും അറിയിക്കാനായിട്ട് യൂട്യൂബിൽ ഇട്ടു. ആൾക്കാർ കണ്ടു, കുറെ കമന്റ്സ് വന്നു. ആ ഈശ്വരൻ കോടാനുകോടി പ്രാണികളെയും എല്ലാത്തിനെയും രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഈശ്വരന്റെ മഹിമയെ ഓർക്കാറില്ല. അതോർക്കണം. അതിനാണ് ഈ പുരാണങ്ങളും എല്ലാം. അതിനാണ് സകല കാര്യങ്ങൾ അതിനാണ്. അപ്പൊ കഴിഞ്ഞൊരാഴ്ച നമുക്ക് ക്ലാസ് ഇല്ലാതിരുന്നത്, ഞാനൊരു ഭാഗവത സത്രം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി അവിടെ ഒരു സത്രം നടത്തും. ആ സത്രത്തിൽ എല്ലാ ദിവസവും അവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് ഇല്ലാതിരുന്നത്. അവിടെ 25 പ്രഭാഷണങ്ങളാണ് നടന്നത്. 25 പ്രഭാഷണങ്ങളിലും ഓരോ പ്രഭാഷണം കഴിയുമ്പോഴും അതിന്റെ സാരം ഒന്ന് എടുത്ത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ 2-3 വാക്കില് ഒരു പ്രഭാഷണത്തിന്റെ സാരം പറയുക. ഇതായിരുന്നു എൻ്റെ ഒരു ചുമതല. അപ്പൊ നമുക്ക് ഒരു ഭാഗ്യം, പനച്ചിക്കാട് സരസ്വതി ദേവിയുടെ സന്നിധിയിൽ 7 ദിവസം അവിടെ ഇരിക്കാനും അവിടെ ഇരുന്നു കൊണ്ട് ഈ പ്രഭാഷണങ്ങളെല്ലാം ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ, ഒരു വാക്ക് പോലും മിസ് ചെയ്യാതിരുന്ന് കേൾക്കാനും പിന്നെ അതിൽ നിന്ന് വിചാരം ചെയ്യാനുമുള്ള ഒരു മഹാഭാഗ്യം നമുക്ക് സിദ്ധിച്ചു. അപ്പോ അതിലെല്ലാം എല്ലാത്തിലും വരുന്നത് ഭാഗവതം തന്നെ അവസാനം വന്ന് പറഞ്ഞു നിൽക്കുന്ന ഒന്നേ ഉള്ളൂ: ഈശ്വരനെ അറിയുക. ഇതോ അതിന്റെ ലക്ഷ്യം അതാണ്. ഇതിന്റെ എല്ലാത്തിന്റെ അന്തിമ ലക്ഷ്യം എന്നാണ് ഈശ്വരനെ അറിയുക. ആ ശക്തി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നറിയുക. ആ ശക്തി തന്നെയാണ് അന്തര്യാമിയായി നമ്മളിൽ ഇരിക്കുന്നത് എന്നറിയുക. ഞാൻ എന്നത് ഈ ശരീരമല്ല, ആ ശക്തി തന്നെയാണ് എന്ന് തിരിച്ചറിയുക. വിശ്വപ്രേമം വളർത്തുക. അപ്പോ എല്ലാത്തിലും എല്ലാവരിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ ശക്തി ഒന്ന് തന്നെ എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? എങ്ങനെ മോശമായിട്ട് പെരുമാറും? അപ്പൊ ഇവിടെ പറഞ്ഞ നന്മ ആണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ? ഈശ്വരനാണ് നന്മ. ആ ഈശ്വര തത്വം തന്നെയാണ് ഈ നന്മ എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടത് കൊടുക്കുന്ന ആ ഈശ്വരൻ, എല്ലാവരെയും സംരക്ഷിക്കുന്ന ആ ഈശ്വരൻ, ആ ഏതാണോ എല്ലാത്തിലും പോയി ലയിക്കുന്നത് ആ ഈശ്വരൻ, ആ ഈശ്വരനാണ് ഞാൻ എന്ന് തിരിച്ചറിയലാണ്
ലക്ഷ്യം, അതാണ് മോക്ഷം, അതാണ് സംതൃപ്തി. അതറിഞ്ഞാൽ പിന്നെ എന്താണ്? എല്ലാം ഞാൻ തന്നെ എന്നറിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താണ് സംതൃപ്തി ഇല്ലായ്മ? എനിക്ക് വേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് നേടേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്റെ ജീവിതത്തിൽ എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഈശ്വരനെ ലഭിച്ചാൽ പിന്നെ എന്താണ്? ഞാൻ ഈശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അവിടെ എന്തിരിക്കുന്നു? എല്ലാം എന്റേത് തന്നെ. ആ മോക്ഷം എന്നുള്ള വാക്കിന് ആ പൂർണ്ണ സംതൃപ്തി, ഇനി എനിക്കൊന്നും നേടേണ്ടതായിട്ടില്ല, ഞാൻ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിന്റെ പേരാണ് ആനന്ദം. സാധാരണ ലൗകികമായിട്ട് സാധനങ്ങൾ കിട്ടുമ്പോൾ ഉള്ളതാണ് സന്തോഷം. അത് ടെമ്പററി ആണ്. അത് ആ സാധനത്തിന്റെ അനുഭവത്തിൽ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പോകും. പക്ഷേ സ്വയം ബ്രഹ്മ എന്ന് തിരിച്ചറിയുമ്പോൾ, ആത്മാ എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, അത് ഒരിക്കലും നശിക്കില്ല എന്ന് ഗ്രന്ഥങ്ങളും അത് അനുഭവിച്ച, അതാണ് ഏറ്റവും പ്രധാനം. ഗ്രന്ഥങ്ങൾ പറയുന്നതിനെക്കാട്ടിലും അനുഭവിച്ച എത്രയോ ഗുരുക്കന്മാർ നമുക്കുണ്ട്. ആത്മാനന്ദം അനുഭവിച്ച എത്രയോ ഗുരുക്കന്മാർ ഭാരതത്തിലാണ് ഉണ്ടായിരിക്കുന്നത് ഇത് മുഴുവൻ. അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത. ഭാരതത്തില് അങ്ങനെയുള്ള ഗുരുക്കന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈശ്വരൻ തന്നെ ഗുരുവായിട്ട് വന്ന എത്രയോ ഉണ്ട്. എന്നിട്ട് പറയുന്നു, ഇങ്ങനെ ഒരു ആനന്ദമുണ്ട്, നിങ്ങൾ ഈ സ്ഥിരമല്ലാത്ത വസ്തുക്കളുടെ പുറകെ പോയി അതാണ് ആനന്ദം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. അതല്ല, അതിനപ്പുറം ഒന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ 10, 80, 90 വർഷങ്ങൾക്കുള്ളില് ഇതിനെ പല സാധനങ്ങളിൽ കൂടി നിങ്ങൾ അനുഭവിച്ചറിയുക, സത്യം മനസ്സിലാക്കുക, അതാണ് സത്യം, അതറിയുക എന്ന് ഈ ഗുരുക്കന്മാരെല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് പ്രമാണമായിട്ട് വേദഗ്രന്ഥങ്ങളെയും പുരാണ ഗ്രന്ഥങ്ങളെയും പ്രമാണമായിട്ടും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ മോക്ഷം എന്നത് ലക്ഷ്യം, നേടുന്നത് ആത്മജ്ഞാനത്തിലൂടെ. അവനവനെ തിരിച്ചറിഞ്ഞാൽ ആ മോക്ഷമായി. ഞാൻ ആരെ എന്ന് തിരിച്ചറിഞ്ഞാൽ അത് തന്നെയാണ് മോക്ഷം. രമണ മഹർഷി എപ്പോഴും പറയുന്നത് അത് തന്നെയാണ്, ഞാൻ ആര് എന്ന് തിരിച്ചറിയുക. ഏത് പ്രവൃത്തിയും അതിനു വേണ്ടി ആയിരിക്കട്ടെ. അപ്പൊ ഈ ആത്മജ്ഞാനം എങ്ങനെ ഉണ്ടാവുക? അതാണല്ലോ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നതും ഇതെല്ലാം കേൾക്കുന്നതും ഉപനിഷത്ത് പഠിക്കുന്നതും തത്വബോധം പഠിച്ചതും ഇപ്പൊ വിവേക ചൂടാമണി പഠിക്കാൻ പോകുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെയാണ് ഈ ആത്മജ്ഞാനം കിട്ടുക? ഇതാണ് ഇപ്പൊ നമുക്ക് അറിയണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കുറേശ്ശെ നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്നുണ്ട്. അത് മുന്നോട്ട് പോകണം. അപ്പോ ആത്മജ്ഞാനം എങ്ങനെ കിട്ടും? ശാസ്ത്ര വിചാരത്തിലൂടെ കിട്ടും എന്ന് മഹാഗുരുക്കന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശാസ്ത്ര വിചാരത്തിലൂടെ. അപ്പൊ ശാസ്ത്ര വിചാരം ചെയ്ത് ഈ ജ്ഞാനം നേടാൻ, ശാസ്ത്ര വിചാരം ചെയ്ത് ആത്മജ്ഞാനം നേടാൻ അധികാരിത്വം വേണം. വെറുതെ ഓടി വന്ന് അങ്ങനെ ചെയ്താൽ പറ്റില്ല. അതിനു മുമ്പ് പല നിബന്ധനകളെയും പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലേ? ഏത് കാര്യത്തിനും അങ്ങനെ ഉണ്ടല്ലോ. ഏത് കാര്യത്തിനൊരു ഇപ്പൊ മെഡിസിൻ പഠിക്കാൻ പോകണമെങ്കിൽ അതിന് മുമ്പ് ഉള്ള ക്വാളിഫിക്കേഷൻസ് വേണം. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകണമെങ്കിലും അതിന് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഇയാൾക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടോ, ഇയാൾക്കത് പഠിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ഓരോ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴും ആ ഹയർ സ്റ്റഡീസിന് വരുന്ന വിദ്യാർത്ഥിക്ക് അത് പഠിക്കാനുള്ള അയാളുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടോ, അയാൾക്കതിന് കഴിവുണ്ടോ, അയാൾക്കതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ സാധാരണ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ വരുന്ന സംവിധാനത്തിലാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ നേടി പുറത്തു വരുന്നവര് പൊതുജനത്തിന് പ്രയോജനമില്ലാത്തവരായി മാറുന്നത്. അല്ലെ? ഒരു കുട്ടിയെ എങ്ങനെയെങ്കിലും പൈസ കൊടുത്ത് മെഡിസിൻ പഠിപ്പിച്ച് അയാൾ ഡോക്ടറായിട്ട് പുറത്തു വന്നാൽ അയാൾക്കതിൽ താല്പര്യമില്ലായിരുന്നിരിക്കാം, ശരിക്കും പഠിക്കില്ല, മുന്നോട്ട് പോകില്ല, വീട്ടിലെ സാമ്പത്തികം കൊണ്ട് മാത്രം നേടുന്ന ഒരു ഡിഗ്രി ആയിട്ട് മാറും. ആ ഒരു വ്യക്തി പുറത്തു വന്ന് ചികിത്സിച്ചാൽ, രോഗികളെ ചികിത്സിച്ചാൽ എന്തായിരിക്കും ഫലം? നമുക്കറിയാം. ശരിയായിട്ടുള്ള അറിവ് കിട്ടാതെ കണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെയും ഉണ്ടാവും. നമ്മളിപ്പോ നമ്മുടെ സമൂഹത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. വേറൊരു ജോലിയും കിട്ടാതെ കണ്ട് വന്ന് പിന്നെ അധ്യാപനത്തിലേക്ക് പോയവരുണ്ട്. അവരുടെ അധ്യാപനം എങ്ങനെയിരിക്കും? ലോകത്തിലെ ഏറ്റവും വലിയ സർവീസാണ് പഠിപ്പിക്കുക എന്നുള്ളത്. എന്താ വെച്ചാൽ തലമുറകൾ മുന്നോട്ട് വരുന്തോറും അറിവ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, പുതിയ പുതിയ അറിവ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അവരാണ് സമൂഹത്തിന് നന്മകൾ തരേണ്ടത്. ആ അറിവ് കൊടുക്കുന്നവര് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരോ ആത്മാർത്ഥത ഇല്ലാത്തവരോ ആയാൽ വളർന്നു വരുന്ന സമൂഹം നശിക്കും. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് വളരെ കഴിവുള്ളവര് അവരുടെ
നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, ഒരു ഭാഗത്ത് ഒരു കഴിവുമില്ലാതെ കുറെ അക്രമാസക്തരായ യുവജനങ്ങൾ മുന്നോട്ട് പോകും. വിദ്യാഭ്യാസത്തിന്റെ തകരാറ് തന്നെയാണ്, വേറെ ഒന്നിന്റെയും തകരാറല്ല. ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാത്തതിന്റെ തകരാറ്, ശരിയായിട്ടുള്ള ഗുരുക്കന്മാർ ഇല്ലാത്തതിന്റെ പ്രശ്നം. അപ്പോ ഏത് കാര്യത്തിനും ആ അധികാരിത്വം, അവരതിന് ഏബിൾ ആണോ ഇല്ലേ? ഇവിടെ സൃഷ്ടി പലതരത്തിലുള്ള സൃഷ്ടിയാണ്, എല്ലാ തരത്തിലുള്ള ആൾക്കാർ വേണം ഇവിടെ. തൂപ്പുകാർ മുതൽ അങ്ങേരത്തെ പ്രധാനമന്ത്രി വരെ എല്ലാവരും വേണം. എല്ലാവരും അവനവന്റെ കർമ്മം നന്നായിട്ട് ചെയ്യണം. ഓരോരുത്തരും അവനവന്റെ ബുദ്ധിയും ശക്തിയും അനുസരിച്ച് കഴിവുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യും. ഒന്നും കൂടിയതുമില്ല കുറഞ്ഞതുമില്ല. എല്ലാവരും കൂടെ കൂടുമ്പോഴേ ആ ജീവിതം പൂർണ്ണമാകുകയുള്ളൂ. എല്ലാവരും വേണം. ആരെങ്കിലും ഒരാൾ അതിന്റെ ഇടയിൽ പോയാൽ ആ ചെയിൻ ബ്രേക്ക് ആവുക എന്ന് പറഞ്ഞ മാതിരി ഒരു കാര്യമില്ലെങ്കിൽ അത് മോശമാവും. ഇപ്പൊ നല്ല ഒരു ഓഫീസിൽ ഭയങ്കരമായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസിൽ ഒരു ദിവസം അത് തൂത്തുവാരാൻ ആളില്ലെങ്കിൽ, 2 ദിവസം തൂത്തുവാരാൻ ആളില്ലെങ്കിൽ എന്താവും? അവിടെ എല്ലാം മലിനമായി പോകും. അപ്പോ ഏറ്റവും താഴ്ന്ന നമ്മൾ മനസ്സിൽ കണക്കാക്കുന്ന താഴ്ന്ന ജോലിയായിട്ടാണ്, ഒരിക്കലുമല്ല. അത് അതിൻ്റെതായ പ്രാധാന്യം അതിനുണ്ട്. ഒരു ജോലിയും താഴ്ന്നതില്ല, എല്ലാം മികച്ചത് തന്നെയാണ്. ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം, അന്നേരം അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കണം. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ശാസ്ത്രം പഠിക്കുന്നവര്, ഈശ്വരനെ അറിയുന്നവര്, ഈശ്വരമാർഗത്തിൽ സഞ്ചരിക്കുന്നവര്, സച്ചിന്തകളോടെ മുന്നോട്ട് പോകുന്നവര് ഇങ്ങനെ എല്ലാവരെയും കാണാൻ പഠിക്കണം. അപ്പോ ആത്മജ്ഞാനം ശാസ്ത്രവിചാരത്തിലൂടെ കിട്ടുള്ളൂ. ശാസ്ത്രവിചാരം ചെയ്ത് ജ്ഞാനം നേടാൻ അധികാരിത്വം വേണം. അതാണ് നിർബന്ധമായിട്ടുള്ള കാര്യം. വിവേകം, വൈരാഗ്യം, ശമതമാദികള്, മുമുക്ഷുത്വം, ഈ 4 കാര്യങ്ങളാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. വിവേകം എന്നാൽ ഏതാണ് സാധ്യം, ഏതാണ് സാധനം, ഏത് സാധന ചെയ്യണം, ലക്ഷ്യമെന്ത്, ഇതൊക്കെയാണ് വിവേകത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ലക്ഷ്യമെന്ത്, ആ ലക്ഷ്യം നേടാൻ ഏത് സാധനകൾ ചെയ്യണം. അപ്പോ നിത്യമായത് എന്ത്, അതിനെ ഞാൻ ആഗ്രഹിക്കാവൂ. അനിത്യമായതിനെ ആഗ്രഹിച്ചാൽ ഇത്രയും കാലം ജോലി ചെയ്തും വർക്ക് ചെയ്തെല്ലാം വെറുതെ ആയി പോവും. അപ്പോ അന്തിമമായ ലക്ഷ്യം നാശമില്ലാത്തതായിരിക്കണം, നിത്യമായതായിരിക്കണം സാധ്യം. നിത്യം അനിത്യവുമായതിനെ തിരിച്ചറിയുന്നതാണ് വിവേകം. വിവേകം എന്ന സാധനയാണ് ഇനി വരുന്ന സാധകന്മാർക്ക്, സാധനകൾക്ക് മൂലമായിട്ടുള്ളത്. ആദ്യം വേണ്ടത് വിവേകമാണ്. ഏത് സാധകനും സാധന തുടങ്ങുന്നതിന് മുമ്പ്, ഏത് സാധനയാണ് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് വിവേകം ഉള്ളിലുണ്ടാവും. വിവേകം അങ്ങനെ വെറുതെ ഉണ്ടാകുന്നതല്ല, ചിന്തിച്ച് വിവേകം, നിത്യമായതിനെയും അനിത്യമായതിനെയും ചിന്തിച്ച് ആ വിവേകം വളർത്തണം. ഇനി നിത്യമായതിനെയും അനിത്യമായതിനെയും തിരിച്ചറിഞ്ഞു എന്ന് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇത് തന്നെ. ഇപ്പൊ ഈ പ്രായത്തിൽ നമുക്ക് ഇത്രയൊക്കെ പ്രായമായല്ലോ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ നമ്മൾ പലതും സുഖം തരും എന്ന് ആഗ്രഹിച്ചു. അത് സുഖം തന്നു, ടെമ്പററി ആയിരുന്നു. ആ ഒരു സുഖം കഴിയുമ്പോൾ അടുത്ത സുഖത്തിലേക്ക് നമുക്ക് പോകേണ്ടി വന്നു, അതിനും ബുദ്ധിമുട്ടേണ്ടി വന്നു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിപ്പോ ഇങ്ങനെ ഒരു ശാസ്ത്രത്തിലൊരു ആഗ്രഹം, ഒരു താല്പര്യം ഉണ്ടാവുകയും നിത്യമായ ഈശ്വരനെ അറിയണമെന്ന് തോന്നുകയും മോക്ഷം വേണമെന്ന് തോന്നുകയും ചെയ്തത് നമ്മൾ ഈ ഉപനിഷത്ത് പഠനത്തിലേക്ക് മുന്നോട്ട് വന്നത്. അപ്പോ നിത്യമായതിനെ നേടണം എന്ന ആഗ്രഹവും ഉണ്ടാകണം, മുമുക്ഷുത്വവും ഉണ്ടാകണം. വൈരാഗ്യത്തിനും മുമുക്ഷുത്വത്തിനും, അപ്പൊ വൈരാഗ്യം എന്നതിന് ഒരു അടുത്ത സ്റ്റെപ്പ് വരുമല്ലോ. വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. അപ്പൊ വിവേകത്തിൽ തുടങ്ങിയാലേ വൈരാഗ്യത്തിനും മുമുക്ഷുത്തിനുമൊക്കെ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെയൊക്കെ ആധാരം വിവേകമാണ്. ഇനിയുള്ള സാധനങ്ങളുടെയൊക്കെ ആധാരം എന്താണ്? വിവേകമാണ്. അവിടെ നിന്ന് തുടങ്ങണം, എന്നാൽ മാത്രമേ നമ്മൾ മുന്നേറുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈ ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ്? ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നാണ് തുടങ്ങിയത്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇത്യേവം രൂപോ വിനിശ്ചയ
സ്വയം നിത്യാനിത്യ വസ്തു വിവേക സമുദാഹൃത എന്നാണ് തുടങ്ങിയത്. അപ്പോ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നാണ് ആദ്യം ശ്ലോകത്തിൽ പറഞ്ഞത്. ഇപ്പൊ ബ്രഹ്മം എന്താണ്? ഇത്രയും കാലം നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് എന്താണ് നമുക്ക് ബ്രഹ്മം എന്നതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ്? പൂർണ്ണമത പൂർണ്ണവിധം എന്ന് പറയുന്ന പൂർണ്ണമായ ഒന്നാണ് ബ്രഹ്മം. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി. എല്ലാത്തിൻ്റെയും ആധാരമെന്തോ അത്. ഏതിൽ നിന്നാണോ ഞാനും ഈ കാണുന്ന പ്രപഞ്ചവും ഉണ്ടായിരിക്കുന്നത് അത്. ഏതൊരു ശക്തിയാണോ എന്നെയും ഈ പ്രപഞ്ചത്തെയും നിലനിർത്തുന്നത് അത്. ഏതൊന്നിലാണോ ഞാനും ഈ പ്രപഞ്ചവും ലയിക്കുന്നത് അത്. ഇത്രയും കാര്യം മനസ്സിൽ എപ്പോഴും ഓർക്കണം. അപ്പോൾ ബ്രഹ്മം എന്ന വാക്കിന്റെ ആ അർത്ഥം നമ്മുടെ ഉള്ളില് ശരിയായിട്ട് വിളങ്ങും. ഇപ്പൊ ബ്രഹ്മ സത്യം എന്ന് പറയും. സത്യം, ഈ ബ്രഹ്മം തന്നെയാണ് സത്യം. ഇതാണ് ഉണ്മ, ഇതാണ് ശാശ്വതമായത്, ഇതാണ് ഉണ്മ, ഇതാണ് സത്യം. ഏത്? എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ശക്തിയാണ് സത്യം. എല്ലാവരെയും പരിപാലിക്കുന്ന ഈ ശക്തിയാണ് സത്യം. എല്ലാം ഏതിലാണോ ലയിക്കുന്നത് ആ ശക്തിയാണ് സത്യം. ഇതൊന്നേ സത്യമായിട്ടുള്ളൂ. ബാക്കിയൊന്നും സത്യമല്ല. കാരണം ഒന്നും നിലനിൽക്കുന്നില്ല. അതിനാൽ അതൊന്നും സത്യമല്ല. അതാണ് സത്യം എന്നുള്ള വാക്കൻ. എന്നും എപ്പോഴും എവിടെയും ഏത് കാലത്തും ഏത് ദേശത്തും എപ്പോഴും ഉള്ളത് സത്യം. അനുഭവത്തില് ശരിക്കും പറഞ്ഞ ആരംഭത്തില് ഒരു സാധകന് വേണ്ട അറിവാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്ന, നമ്മളിപ്പോ ഈശ്വരൻ എന്ന് പറയുന്നത് കൂട്ടിക്കോളൂ. അത് ബേസിക് ലെവലിൽ വരുമ്പോൾ ഈശ്വരനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം പ്ലസ് മായ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മള് ആ ഈശ്വരൻ എന്ന് വിചാരിക്കാം. ഈ ബ്രഹ്മം ഒരു പൂർണ്ണ വസ്തുവാണ്, ഇത് സത്യമായതാണ്, ഇത് നിത്യമായതാണ് എന്ന ഒരു അറിവ് ആരംഭത്തിൽ ഒരു സാധകന് അത്യാവശ്യമാണ്. ഇത് കൂടിയേ തീരും. ഇതില്ലെങ്കിൽ ഒരു സാധകന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊരു പൂർണ്ണജ്ഞാനമല്ല, ഒരുപാട് കാര്യങ്ങൾ അവിടെ വരാനുണ്ട്. ഇനി വെറുതെ ഒരു അറിവാണ് ഇപ്പൊ നമുക്കത്. സത്യമായത് ഈശ്വരൻ സത്യം എന്നൊരു അറിവ് നമുക്ക് വരുന്നു. ഇതൊരു പൂർണ്ണജ്ഞാനമായി വിചാരിക്കരുത്. ഇതൊരു തുടക്കം. ആരംഭത്തിൽ ആപാതകജ്ഞാനം എന്നതിനിപ്പോ പറയാൻ പറ്റും. ആരംഭത്തിലുള്ള ഒരു അറിവ്. എന്ത്? ബ്രഹ്മസത്യം, ഈശ്വരൻ സത്യം എന്നുള്ളൊരു അറിവ് ആരംഭത്തിൽ അത്രേ വേണ്ടൂ. ഇനി ജഗന്മിഥ്യ എന്ന് പറയുന്നു. ജഗത് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട് അനുഭവിക്കുന്ന ഈ ലോകം, നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ മനസ്സ്, നമ്മൾ കാണുന്ന എല്ലാം, ഈ പ്രപഞ്ചത്തിൽ നമ്മളെ ഈ കണ്ണുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതെല്ലാം ജഗത് എന്ന പേരിനകത്ത്. ഈ കണ്ണുകൊണ്ട് കാണുന്നതും ശരീരം കൊണ്ടറിയുന്നതും തൊട്ടറിയുന്നതും കേട്ടറിയുന്നതും ഇങ്ങനെ ഉള്ള എല്ലാം, അവനവന്റെ ശരീരവും അവനവന്റെ മനസ്സും എല്ലാം ഈ ജഗത്തിനകത്ത് പെടും. പിന്നെ ഒരു വാക്ക് വരുന്നു മിഥ്യ, അനിത്യം. ഇവിടത്തെ അർത്ഥം അനിത്യം നൽകണം. എല്ലാ സ്ഥലത്തും ഒരേ അർത്ഥമല്ല അതിന് വരിക. ഇവിടെ ഇപ്പൊ മിഥ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ ഈ വിവേക ചൂടാമണിയിൽ ഈ ഭാഗത്ത് പറയുന്നത്, ഇവിടത്തെ അർത്ഥമായിട്ട് പറയുന്നത് അനിത്യം എന്നാണ്. ഇവിടെ മിഥ്യയ്ക്ക് അനിത്യം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിഥ്യയുടെ അഗാധമായ അർത്ഥം നല്ലവണ്ണം ശാസ്ത്രം പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടാകും. ഇപ്പൊ നമുക്ക് അത്രയും മനസ്സിലാവില്ല മിഥ്യയുടെ അർത്ഥം. ഒരുപാട് ശാസ്ത്രം നന്നായിട്ട് പഠിച്ച് കുറെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും എന്താണ് മിഥ്യ എന്ന പദം കൊണ്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് വെറുതെ ഡിക്ഷണറിയിൽ മിഥ്യയുടെ അർത്ഥം നോക്കിയിട്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓരോ ഗ്രന്ഥത്തിലും അതിന്റെ ഡെപ്ത്, അതിന്റെ ആഴം കൂടിക്കൂടി വരും. ആരംഭത്തില് അനിത്യമായത് എന്ന് മാത്രമേ മിഥ്യയെ പറയുള്ളൂ. പിന്നീട് കുറച്ചു കഴിയുമ്പോൾ പറയും ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത്, അനുഭവിക്കുമ്പോൾ ഉണ്ട് എന്ന് തോന്നുന്നതും യഥാർത്ഥത്തിൽ ഇല്ലാത്തതും എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോണ്ട. ഇപ്പൊ അനിത്യമായത് എന്ന് മാത്രം
അറിയാം ജഗത്തിനെ. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാം. എന്താ വെച്ചാൽ ചില നമ്മൾ മുന്നിൽ തന്നെ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു, അനിത്യമാണ്. അപ്പൊ ജഗത്ത് അനിത്യമാണ്, ജഗത്ത് മിഥ്യ എന്ന് നമുക്ക് പെട്ടെന്ന് ഇവിടെ മനസ്സിലാവും. അപ്പൊ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പദമാണ് മിഥ്യ എന്നുള്ള പദം. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതൊന്നും ആരോട് പോയി പറയാനോ തർക്കിക്കാനോ ഒന്നും പോകരുത്. ഇപ്പൊ മനസ്സിലാക്കി വെക്കുക അത്രമാത്രം. തൽക്കാലം മനസ്സിലാക്കേണ്ടത് അനിത്യമായത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് വാദിക്കാനോ ഒരാളോട് പറയാനോ പോണ്ട. ഇതിന്റെ അറിവിന്റെ ലെവലിനനുസരിച്ചാണ് ഇതിന്റെ അർത്ഥവ്യാപ്തി. ഓരോരുത്തരുടെ ഉള്ളിലുള്ള അറിവിന്റെ അനുസരിച്ച്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവിന്റെ അനുസരിച്ച്, നമ്മുടെ ഉള്ളിലുള്ള അറിവിന്റെ അനുസരിച്ച് മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്നതിനെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴോ അയാൾ ഏത് ലെവലിൽ നിൽക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെറുതെ തർക്കത്തിന് ഇടയാകും. അപ്പൊ നമുക്കും കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ സ്വയം അറിയുക എന്നല്ലാതെ മറ്റുള്ളവരുമായി ചർച്ചയ്ക്ക് പോകരുത്. വലിയ വലിയ ഗുരുനാഥന്മാരോട് സംസാരിക്കാം, പക്ഷെ നമ്മുടെ സെയിം ലെവലിൽ നിൽക്കുന്നവരോടോ താഴ്ന്ന അറിവുള്ളവരോടോ സംസാരിക്കാൻ ഒരിക്കലും ഇത് സംസാര വിഷയമാക്കരുത്. ഒരുപാട് ആഴത്തിലുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ് മിഥ്യ. ശരിക്കും പറഞ്ഞാൽ വിവരിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പോ ആചാര്യസ്വാമി നമുക്ക് ഈ വിവേക ചൂടാമണി തന്നെ പിന്നീട് ഇത് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. അന്നേരം നമുക്ക് കുറെ കൂടെ മനസ്സിലാവും. ഇപ്പോൾ അനിത്യമായത്, നമ്മുടെ ലക്ഷ്യമല്ലാത്തത് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? അനിത്യമായത്, മിഥ്യ എന്നുള്ള വാക്കിന് അനിത്യമായത്, നമ്മുടെ ലക്ഷ്യമല്ലാത്തത് എന്ന് മാത്രം ഇപ്പോ അറിയുക. ലോകത്തെ, ഈ ജഗത്തിനെ നേരത്തെ പറഞ്ഞല്ലോ, സാധനയ്ക്ക് വേണ്ടി എടുക്കാം, പക്ഷേ ലക്ഷ്യം അല്ല. ഈ ജഗത്തല്ല നമ്മുടെ ലക്ഷ്യം. ജഗത്തിലുള്ളതെല്ലാം അനിത്യമാണ്, മിഥ്യയാണ്, അനിത്യമാണ്. അവിടെയാണ് മിഥ്യയുടെ വാക്ക് വരുന്നത്. ജഗത്ത് മിഥ്യയാണ്, അനിത്യമാണ്. അതുകൊണ്ട് ജഗത്ത് നമ്മുടെ ലക്ഷ്യം അല്ല. പക്ഷെ ഈ മിഥ്യയായതിനെ, അനിത്യമായതിനെ, ഈ ജഗത്തിനെ നമുക്ക് സാധനയ്ക്കുള്ള ഉപകരണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സാധനയ്ക്ക് ഈ ജഗത്തിനെ എടുക്കാം. പക്ഷെ ലക്ഷ്യം ഈ ജഗത്തല്ല, ബ്രഹ്മമായിട്ടുള്ള, സത്യമായിട്ടുള്ള ബ്രഹ്മമാണ് എന്ന് അറിയണം. ഇത്യേവം, ഇങ്ങനെയുള്ള രൂപോ, രൂപം, വിനിശ്ചയ, തീർച്ചപ്പെടുത്തിയത്. ഏതാണ്? ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇത്യേവം രൂപോ വിനിശ്ചയ സോയം നിത്യാനിത്യ വസ്തു വിവേക സമുദാഹൃത. അതാണല്ലോ നമ്മുടെ ശ്ലോകം. അപ്പോ ഇത്യേവം, ഇങ്ങനെയുള്ള, ഇത് ഏവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയപ്പെട്ട, രൂപോ രൂപം, വിനിശ്ചയ തീർച്ചപ്പെടുത്തിയത്, സോയം സഹ അയം, അതാണ് ഈ നിത്യാനിത്യ വസ്തു വിവേക. നിത്യാനിത്യ വസ്തു വിവേകം ഇതാണ്. ഏത്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് നിശ്ചയപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് നിത്യാനിത്യ വസ്തു വിവേകത്തിന്റെ ബേസ്. സമുദാഹൃത, അങ്ങനെ പറയപ്പെടുന്നു, പരമ്പരയായി പറയുന്നു, ജ്ഞാനികളാൽ പറയപ്പെടുന്നു. വെറുതെ പറയുന്നതല്ല, ജ്ഞാനികളാൽ അവരുടെ അനുഭവത്തിൽ കൂടി അത് പരമ്പരയായിട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നു. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുള്ളത് അത് തന്നെയാണ് നിത്യാനിത്യ വസ്തു വിവേകത്തിന്റെ ആധാരം. അപ്പോ ഇപ്പൊ നമ്മള് അധികാരിത്വമാണ് നോക്കുന്നത്. നിത്യമായതും അനിത്യമായതും ചേർന്ന് നാം കാണുന്നു. അതിൽ അനിത്യത്വത്തെ തിരിച്ചറിഞ്ഞ് നിത്യത്തെ ലക്ഷ്യമാക്കുന്നത് വിവേകം. അത്രയും മനസ്സിലാക്കുക. എന്താണ്? അധികാരിത്വത്തിൽ കൂടെയാണ് കടന്നു വരുന്നത്. നിത്യമായതും അനിത്യമായതും ചേർന്ന് നാം കാണുന്നു. അതില് അനിത്യത്വം എന്താണോ, അതിനെ, അനിത്യമായത് എന്താണോ അതിനെ തിരിച്ചറിയണം, നിത്യത്തെ ലക്ഷ്യമാക്കണം. ഇതാണ് വിവേകം. അപ്പോ നിത്യമായത് എന്താണ് ഇവിടെ പറഞ്ഞു? ബ്രഹ്മസത്യം എന്ന് പറഞ്ഞു, അല്ലെ? നിത്യമായത്. പിന്നെയോ ജഗന്മിഥ്യ, ജഗത്ത് അനിത്യമായത്. അപ്പൊ എന്താണ് ലക്ഷ്യമാക്കേണ്ടത്? നിത്യമായ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കണം, അറിയാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള
ആ ചിന്തയാണ് വിവേകം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നാശമില്ലാത്തതിനെ ലക്ഷ്യമായി കാണുക, നാശമുള്ളതിനെ ലക്ഷ്യമാക്കരുത്. അതേസമയം നാശമുള്ളതിനെ ചില പടികളായി ഉപയോഗിച്ച് നാശമില്ലാത്ത ലക്ഷ്യത്തിലേക്ക് എത്താൻ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് ശങ്കരാചാര്യ സ്വാമികൾ വളരെ ഭംഗിയായിട്ട് ആ ശ്ലോകത്തിൽ പറഞ്ഞു തന്നു. നമ്മുടെ ഇന്നത്തെ സമയമായി. അടുത്ത ദിവസം നമുക്ക് അടുത്ത സാധന, ഇപ്പോ വിവേകം എന്ന സാധനയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. അടുത്ത ദിവസം രണ്ടാമത്തെ സാധനയായ വൈരാഗ്യത്തെ കുറിച്ച് നമുക്ക് ശങ്കരാചാര്യ സ്വാമികള് വിവേക ചൂടാമണിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഈ ഓരോ ആചാര്യസ്വാമികൾ ഓരോ ഗ്രന്ഥത്തിൽ കൂടി പറഞ്ഞു തരുന്ന ഓരോരോ ഭാഗങ്ങളും നമുക്ക് നമ്മുടെ അറിവനുസരിച്ച് നമ്മുടെ ഉള്ളിൽ വളരട്ടെ. അത് നിത്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഭഗവാൻ ബാബ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. സായിറാം സാർ. സായിരാം. സായിറാം സാർ. സായിറാം.